Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൾറെഡി സേവ് ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ +2ൻ്റെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സേവ് ബാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കീ സബ്ജക്റ്റായ 6 സബ്ജക്ട്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. 2 ലാംഗ്വേജസ് ലൈക്ക് മലയാളം, ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റിലൊക്കെ ബേസ് പോലും അറിയാത്ത സ്റ്റുഡൻസിന് 100% പാസ് ഗ്യാരണ്ടിയോടുകൂടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കൺസെപ്റ്റും വളരെ സിമ്പിളായ മെത്തേഡിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല സ്റ്റഡി മെറ്റീരിയൽസ്, ക്വിക്ക് റിവിഷൻ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. +2 റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ റിസൾട്ട് ഓൾറെഡി മെയ് 26-ാം തീയതി വന്നിട്ടുണ്ട്. അതിനോടകം തന്നെ നമ്മുടെ റീവാലുവേഷൻ ആപ്ലിക്കേഷൻ ഡേറ്റും ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ടു ഹൂം ഷുഡ് ദി റിവാലുവേഷൻ ആപ്ലിക്കേഷൻ ബി സബ്മിറ്റഡ്? ആർക്കാണ് നമ്മൾ റിവാലുവേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിരുന്നൊരു ഡൗട്ടാണ്, അക്ഷയ സെൻറ്ററിലാണോ പോയി സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല. മാർച്ച് 2026 ഏത് സ്കൂളിലാണോ നിങ്ങൾ പോയി എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തത് അതേ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് റിവാലുവേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം. നിങ്ങൾ അക്ഷയ സെൻറ്ററിലല്ല പോയി ചെയ്യേണ്ടത്, പകരം നിങ്ങളുടെ സ്കൂളിൽ തന്നെ പ്രിൻസിപ്പാളിനാണ് ചെയ്യേണ്ടത്. അതും മാർച്ച് 2026 എവിടെ നിന്നാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് അതേ സ്കൂളിൽ തന്നെ പോവേണ്ടതാണ്. ഓക്കെ, ഇനി കുറച്ച് പേർക്ക് റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ അറിയാം അല്ലേ, പുനർമൂല്യനിർണ്ണയം എന്നാണ്. പക്ഷേ എങ്കിലും ഏതിനാണ് ഞാൻ കൊടുക്കേണ്ടത്? ഇതും അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധനയും ഏകദേശം സെയിം അല്ലേ? അങ്ങനെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റീവാലുവേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ പേപ്പറിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ പേപ്പർ ഒന്നുകൂടെ വൃത്തിയായി വാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പേപ്പറാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഫസ്റ്റ് തൊട്ട് ചെക്ക് ചെയ്ത് മാർക്ക് ഇട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീവാലുവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന എന്നത്. ഈ സൂക്ഷ്മ പരിശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പേപ്പർ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അതിന് എവിടെയെങ്കിലും മാർക്ക് വിട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ കാണാതെ പോയിട്ടുണ്ടോ, നിങ്ങളുടെ പേപ്പേഴ്സും കാര്യങ്ങളും എത്രയാണ്, എവിടെയെങ്കിലും മാർക്കോ മറ്റും ലെസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി തേർഡ് വൺ ആണ് ഫോട്ടോ കോപ്പി. ഫോട്ടോ കോപ്പി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ പകർപ്പിനെയാണ് നമ്മൾ ഈ ഫോട്ടോ കോപ്പി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്നുമില്ലടാ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് എന്താണോ അത് കൃത്യമായി കോപ്പി എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നൊരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരുന്നതുകൊണ്ട് എന്താ യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ എവിടേക്ക് ആൻസർ എഴുതിയിട്ടുണ്ട്, എവിടേക്ക് എൻ്റെ മാർക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിലി നോക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ സബ്മിഷൻ. അതായത് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന തീയതി എന്നാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 3/6/2026 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറയുന്നത്. അതായത് ജൂൺ മാസം 3-ാം തീയതി വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കണ്ട് റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ജനറൽ ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഓൾറെഡി ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞ പേപ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ അതിന് റീവാലുവേഷനും അതുപോലെ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയും ചെയ്യാനായിട്ട് അനുവാദം ഇല്ല എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഫിസിക്സിനും കെമിസ്ട്രിയും കൊടുക്കാൻ പറ്റില്ല. സോ ഇതന്നെ ആലോചിച്ച് നിങ്ങൾ വെറീഡ് ആവേണ്ട, ഈ 2 സംഭവത്തിനും ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഫീ ആണ് കേട്ടോ. റീവാലുവേഷൻ ആണെങ്കിൽ 500 ആണ്, ഈച്ച് പേപ്പറിനാണ് 500. അല്ലാതെ എല്ലാ പേപ്പറിനും കൂടി 500 രൂപയല്ല, ഓരോ പേപ്പറിനും 500 രൂപ വെച്ചിട്ടാണ് റീവാലുവേഷൻ്റെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയുടെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി ഈ മൂന്നിടത്തിൻ്റെ ഫോമും ഓൾറെഡി എൻ്റെ കയ്യിൽ ലഭ്യമാണ്. സോ വേണമെന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഫോമിന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.